ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്തും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്തും അവകാശം. യേശുവിൻ വലിയൊരു യോഗ്യതയാൽ നിന്നും വിടുതൽ. യേശുവിൻ യോഗ്യതയാൽ കരങ്ങളുയർത്തി കൈകളുയർത്തി ആമേൻ ആമേൻ. വഴിയത്തെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം. അമ്മയുടെ മധ്യസ്ഥ ഈശോ സുഖപ്പെടുത്താൻ പോകുന്നത് ശ്രദ്ധിക്കുക. അപസ്മാര രോഗികളെ, ഫിക്സിൻ്റെ അസുഖമുള്ളവരെ, ഇപ്പം ഇവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഓർത്താൽ മതി. അമ്മ വീട്ടിൽ അവരെ സുഖപ്പെടുത്തും. കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ്. എത്രയോ സാക്ഷ്യങ്ങൾ വേണം. അപ്പം നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ അമ്മ സന്ദർശിക്കും. ഫിക്സ് രോഗികൾ, അപസ്മാര രോഗികൾ, മനോരോഗികൾ, ഓട്ടിസമുള്ള മക്കൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കൾ, പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മക്കൾ, ഷുഗർ രോഗികൾ, എല്ലാ രോഗികളുടെ മേലും, മാർഗരോഗികൾ, മാറാരോഗങ്ങളുടെ മേലെല്ലാം കർത്താവിന് ശക്തി വരാൻ വേണ്ടി മാതാവ് മധ്യസ്ഥം പ്രാർത്ഥിച്ച സമയത്ത് ഹല്ലേലൂയ ഈശോ ഈശോ സ്പർശിക്കണം കർത്താവേ. ഈശോ മാർഗരോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഉറക്കമില്ലാത്തവർ, മാർഗരോഗികൾ, യേശുവിന്റെ നാമത്തിൽ മാരകരോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ തിരബാധികൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. മാരകമായ രോഗങ്ങള്, ജീവിതം വിഷമിപ്പിക്കുന്ന രോഗങ്ങള്, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള് സൗഖ്യപ്പെട്ട് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി സൗഖ്യമാക്കും. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുണ്ട്. കൂടാതെ ഉടമ്പടി ചെയ്യാത്ത അനേകം മക്കൾ ഇപ്പോൾ മാതാവിൻ്റെ സന്നിധാനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാവരെയും ഉദ്ദേശിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരുണ്ട്. ഇപ്പോഴെന്തോ ഒരു ഇങ്ങനെ ഈ രക്തം കരക്കണ പോലെ കാണുന്നു, രക്തം കരക്കണ പോലെ കാണുകയും ഈ കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന മട്ട പോലെ എന്തോ സംഭവങ്ങൾ കാണുന്നു. ബട്ട് മേ ബി ഇതൊക്കെ നമ്മൾ ശ്രുതികട ഹല്ലേലൂയ.
യേശുവേ സ്തുതിച്ച് ഈശോ, പ്രാർത്ഥിക്കുന്നു. രക്തസ്രാവങ്ങളെ, ഹല്ലേലൂയ. രക്തത്തോട് ബന്ധപ്പെട്ട എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും മാതാവിന്റെ മധ്യ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുന്നു. ഹല്ലേലൂയ. 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 കർത്താവേ, രക്തസ്രാവക്കാരെ സൗഖ്യമാക്കി കർത്താവേ. ഹല്ലേലൂയ. 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 പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. കരങ്ങൾ ഉയർത്തി. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. Praise the Lord. Praise the Lord. മക്കളെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹ തടസ്സങ്ങൾ, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കാൻ, ജോലി തടസ്സങ്ങൾ മാറാൻ, കടകൾ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കപ്പെടാൻ, കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുണ്ടാകുന്ന കസ്റ്റമേഴ്സിൻ്റെ ചുരുക്കം, വരുമാനക്കുറവ്, തകർച്ചയെ നേരിടുന്ന വരുമാന മാർഗങ്ങൾ, അതിൻ്റെ വിടുതൽ, മക്കളുടെ പഠനങ്ങൾ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊമോഷൻ, ജോലി, ജേണി, ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന സങ്കട സാഹചര്യങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന യാത്രകൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, നൈപുണ്യ പരീക്ഷകൾ, റിവാലുവേഷൻ, വിസ പ്രോസസ്സിങ്, എമിഗ്രേഷൻ, PR, MOH, HAD, IELTS, PSN ടെസ്റ്റ്, എല്ലാ നൈപുണ്യ പരീക്ഷകൾ, എല്ലാ യോഗ്യതാ പരീക്ഷകൾ, അതെഴുതാൻ പോകുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, റാങ്ക് ലിസ്റ്റിലെ അപ്പോയിൻമെൻറ്റ്, മെമ്മോ എല്ലാം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. വീട് പണിയുന്നവര്, ഭവനരഹിതര്, വീടില്ലാത്തവര്, വാടക ഒറ്റി പാട്ട, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവരുടെ വിടുതല്. സ്തുതിയുടെ ഹല്ലേലൂയ. വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളിൽ വേദന അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങള് യേശുനാമത്തില് മാറിപ്പോടും. ദൈവമേ, ജീവിത ദുരിതങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തിപ്പാടുന്നു, ആരാധിക്കുന്നു. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ, എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിൻ നാമത്തിൽ. I would like to thank Jesus Christ and Kripasana Mother Mary to help me to give me a chance to come here and give my testimony, even though I am unworthy.
My name is Merlin Joseph. I am coming from Aluva. I have taken my Kripasanam Udumadi accompanied by my father on July 2023. When I first take Udumadi, I was writing my German B1 exam. I was little bit afraid and not sure about the Marian covenant because in covenants there are so many things I need to follow. I need to wake up early for attending Holy Mass. I need to take fast 2 days in a week and do the prayers accordingly. It was very difficult for me, but my father and mother helped and supported me to go through it. And when I started to hear Father Joseph Retreat Covenant in YouTube, I get to know more about the Holy Mass, about the prayers I am daily doing without meaning, and I think I was more able to go near Jesus Christ and understand the suffering and the blessing Jesus Christ given to us. When I was writing my German B1 exam on the first attempt, I did not pass. But I was not sad, not stressed, or not troubled or anything. I was happy. I was happy that I got one more attempt to be near to Jesus and be more thankful to Him. And after that, I once more done my prayers thoroughly, research about it. I hear daily Kripasanam testimonies in YouTube and daily retreat and daily bread of Father Joseph. After that, on second attempt, I passed my 3 modules except writing. In writing, I was little bit self-confident about me. I thought that I will pass my writing exam in my abilities. But I was not passed on the 3rd attempt also. I was very sad when I received my result. I cried, begged, asked questions to Jesus, Mother Mary, Kripasanam Mother Mary, and to my parents also. And I stopped to study and start doing my Kripasanam Mother Mary prayers and hear more testimonies. In testimonies, I was able to understand how to do my prayer correctly, properly, and understand Jesus more. After that, before 1 week of my exam, I started only by reading my sample papers. I did not study, I did not do any works. But from my heart, I was able to hear that you should do the sample number 1, sample number 2, sample number 3. I have only read 3 sample papers and I go to my exam center. Before going inside my exam center, I take blessed oil and taken my Kripasanam medal in my hand and prayed, I believe in God in Malayalam before attending the exam. And after I placed my Kripasanam locket in the exam door and I prayed, Jesus Christ, Kripasanam Mother Mary, please, I will only come here for taking my exam result, not writing my exam, please. And I also attend one more B1 writing exam on Chennai on October 27th. When I get the result, I get to know that I passed my writing exam both on Trivandrum and Chennai. I was very happy and I thank Jesus Christ about it. On my second blessing, while writing my German exam, I was also attending job interviews. I am a nurse, so near my place, Rajagiri Hospital is there. There was an interview conducting on. There are more than 20 applicants attending the interview. I was really afraid. I don't know, will I be able to pass my job or get my job or pass the interview. I was not at all confident about myself. Then I remember what Father Joseph had in the retreat message had said.
it is not by merit but by grace. Then I only believed in God, say my prayer, taken my powerful weapon, the Udubadi medal, in my hand and entered the room. They asked so many questions. I don't know how I answered it. I really don't know. After that, I get to know that I was able to pass my job. I was able to pass the interview and got my job. And after that, while doing my job, I faced many difficulties, many problems, many difficulties. But through my prayer, I was able to give these difficulties to my Jesus and be more happy in my heart. After getting my job, simultaneously I was doing my German the German nursing interview also. I was came through Norca Routes B1 fast track. After passing my B1 exam, I attend the agency interviews. There were more than 50 applicants with much more experience than I am. I have only 3 months experience. My other competitors have more than 5 and 4 year experience. I was really afraid. Then also I was able to carry my weapon, the Kripasanam Udumbadi medal, and the prayer and the daily bread prayer of Kripasanam Mother Mary. After that, I go through so many selection criterias, interviews, written exam also. I was able to pass. I was able to pass the interview, and lastly, I was able to attend the hospital interview in Germany. I should only talk German language. It was very difficult for me. My interview was very bad. Because I talk both in English and German. German I use very little. But when I thought that I will not pass, I will not get this job, Jesus Christ had given me the blessing on that day. And in my mind, I hear that I should open my email account. And I received the message that I passed my interview. And I did not need to pay any amount to take my tickets or any work permit. I don't need to give any money. I was able to go without any money, and I reached Germany, and that was the difficult situation for me, because Germany is a new land with different peoples, with a new language. Even though I studied German language, I was not confident with myself. But with Jesus Christ and through Kripasanam Mother Mary, I was able to go through many difficulties, many hurdles that face on my path. There's a license exam, Anerkennung, in Germany. I need to pass that with my German language and medical knowledge. I was really in a tough situation, but then also I prayed. I believe in God in my mind, and taken the Kripasanam Udumbadi locket in my hand. I go to the room, and after that I passed my Anerkennung exam, and also without any lessons, I passed my B2 German exam on first attempt. I would like to surely say that it was not my merit, but only by grace. I distribute German newspapers in my hospital through my colleagues and the church I am attending. I also say my my blessings which I received through Kripasanam Mother Mary to all my colleagues, even though I have very difficulty in German language. And I also attend masses, English masses, and Kripasanam daily prayer conducted by Father Joseph in YouTube, and also the covenants and every prayer. I would like to give you all a message. You will face many hurdles. You will face many evil things. You will face a problem where you think that
you cannot pass, you cannot get through it. But as Father Joseph had said, when you feel that you will not able to do it, when you feel that it is not in your hands to do it, just pray, I believe in God, and just believe in Jesus. Not believe in yourself, believe in Jesus, you will get through it. I also pray rosary daily, and sometimes I pray with my family on online also. They give a compulsory that I should pray rosary. And I also like to tell everyone that rosary is a big weapon for the evil things that is going through everyone's life. I know there are so many things, so many difficult things, more than difficult things happen in your lives. But I would like to say, just grasp your rosary, pray. Your God is with you. No need to worry. എൻ്റെ പേര് അലീന, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. ഞാൻ 2022 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഒ ഇ ടി എഴുതി എക്സാം പാസ്സായി. ഞാൻ അയർലൻഡിൽ പോയി. അവിടെ വെച്ച് എനിക്ക് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആദ്യത്തെ ട്രയൽ കിട്ടിയില്ല. എനിക്ക് ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരേണ്ട ഒരവസ്ഥയായി. അപ്പോഴേക്കും ഭയങ്കര വിഷമത്തിലായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ഉള്ള കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സിക്കും കൂടി ആയിരുന്നു. പക്ഷേ എന്തായാലും എക്സാമിന് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ വന്നു. പിന്നെ മമ്മി എനിക്ക് വേണ്ടി 2023 ജൂലൈയിൽ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഈ എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് മമ്മി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാതെ അവിടെ പരിചയമുള്ളിടത്ത് നിൽക്കാൻ പറ്റി. അവരായിട്ട് എനിക്ക് മാതാവ് കാരണം എനിക്ക് ഒരു ജോലി താൽക്കാലികമായി കിട്ടി. ആ ജോലിയിൽ നിൽക്കെ തന്നെ ഞാൻ ആദ്യം എക്സാമിന് അപ്ലൈ ചെയ്ത് എനിക്ക് DL വരാൻ ഞാൻ നോക്കി നിൽക്കെ എനിക്ക് നേഴ്സായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി. ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടി. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ഞാൻ ആദ്യം എക്സാം എഴുതി പാസ്സാവുന്നത്. മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ അൾത്താരയൊക്കെ അറിയുന്ന സാക്ഷ്യം പറയാനുള്ള യോഗ്യത അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകൾ ഉടമ്പടി എടുത്തപ്പോൾ അവളുടെ കൂടെ ഇവിടെ 1-2 പ്രാവശ്യം വരികയുണ്ടായി. എനിക്ക് ഉടമ്പടി എടുക്കാൻ ഒരു മടിയായിരുന്നു. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പാലിക്കാൻ സാധിക്കുമോ, ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ അന്നേരം ഒന്നും ഉടമ്പടി എടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മോൾ എക്സാമിന് തോറ്റത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിശ്വാസത്തിലോട്ട് കൂടുതലായിട്ട് വരാനും ഈശോയോട് കൂടുതൽ അടുക്കാനും മാതാവിനോട് അടുക്കാനുമായിരിക്കും ഇങ്ങനെ ഒരു അവസരം മാതാവ് തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു കാരണത്തിലാണ് അവൾ ഈ പരീക്ഷ തോറ്റുപോയത്. അവൾ പരീക്ഷ തോറ്റുപോയി തിരിച്ചിങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞാൻ ഉടമ്പടി എടുക്കാം. ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ചു. അവൾ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇവിടുന്ന് ഇവൾ പോയി കഴിഞ്ഞപ്പം അയർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരന് ഇവളുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവളിങ്ങനെ തോറ്റ കാര്യമൊക്കെ അവരോട് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇതെന്താ നേരത്തെ പറയാത്തത്? അങ്ങനെ അവർ അവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ടും അവർക്കവിടെ പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് അവരവിടുന്ന് പെട്ടെന്ന് തന്നെ അവളുടെ വിസ ക്യാൻസലാക്കി അവിടെ താൽക്കാലികമായി നിൽക്കാനുള്ളൊരു വിസ ആക്കി കൊടുത്തു. അതുപോലെ തൽക്കാലത്തേക്ക് നിൽക്കാനൊരു ജോലി ആക്കി കൊടുത്തു. അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് അവരെ കൊണ്ടാക്കി. അവരൊരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു. അതെല്ലാം മാതാവ് അവരിലൂടെ പ്രവർത്തിച്ചതാണെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അവൾ ചെന്ന് നിന്ന സ്ഥലത്ത് അവളെ സഹായിക്കാൻ വേണ്ടി ഒരു കുടുംബം, ഒരു മലയാളി കുടുംബം, ഒരു 10 ദിവസം അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ താമസിക്കാൻ ഭക്ഷണവും താമസമൊക്കെ ഫ്രീ ആയിട്ട്, അതുപോലെ ജോലിക്ക് കയറിയ സ്ഥലത്ത് നല്ല ആൾക്കാർ, ഐറിഷുകാരൊക്കെ നല്ല ആൾക്കാർ സഹായം എല്ലാ കാര്യത്തിലും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനും കൊണ്ടുവിടാനും. അതുപോലെ തന്നെ പിന്നെ അവൾ ദൂരസ്ഥലത്ത് അവൾക്ക് ഈ വിസയുമായി ബന്ധപ്പെട്ട ദൂരെ പോകേണ്ട ഒരാവശ്യം വന്നു. വഴി അറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എല്ലാ സ്ഥലത്തും മാതാവ്, സഞ്ചാരി മാതാവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്തോട്ട് ജോലിക്ക് മാതാവ് അവളെ സഹായിച്ചു. നല്ലൊരു സ്ഥലത്ത് നേഴ്സായിട്ട് എക്സാം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ മാതാവ് അവൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് കൂടുതലായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവും പകലും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അവൾക്ക് എത്രയും പെട്ടെന്ന് പിന്നെ വർക്ക് പെർമിറ്റ് നൽകാനും. അങ്ങനെ സെപ്റ്റംബർ 5 മുമ്പായിട്ട് വർക്ക് പെർമിറ്റ് നൽകി അനുഗ്രഹിക്കണം എന്നങ്ങനെ പ്രാർത്ഥിച്ചു. അതേപോലെ ആ ഡേറ്റിന് തന്നെ അവൾക്ക് ആ വർക്ക് പെർമിറ്റ് നൽകി മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ അവളെ ആ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മാതാവ് അവളെ സഹായിച്ചു. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവൾ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവിടുന്ന് ഫ്ലൂ വന്ന് പനി കൂടി. അവിടെ അങ്ങനെ ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവൾ ഈ തൈലവും ഉപ്പും തേനുമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എവിടെ യാത്രയ്ക്ക് പോകുമ്പോഴും ഇതെല്ലാം അവൾ കരുതിയിരുന്നു. അതുപോലെ മാതാവിൻ്റെ ആശീർവാദം കൊണ്ടാണ് എക്സാം എഴുതാൻ പോയതും ദൂരസ്ഥലങ്ങളിൽ യാത്രയ്ക്ക് പോയതും എല്ലാം ഒറ്റയ്ക്കാണ്. അതുപോലെ തന്നെ അവിടെ അത് കഴിഞ്ഞ ശേഷം താമസിക്കാൻ ഐറിഷുകാരുടെ വീട്ടിൽ അവരും സ്വന്തം അപ്പനെ അമ്മയെപ്പോലെ ഇവളെ സംരക്ഷിച്ച് എല്ലായിടത്തും മാതാവ് ഇവൾക്ക് സഹായത്തിനുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ മേടിച്ച് എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ അനാഥ മന്ദിരങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ തുണി അലക്കി കൊടുക്കുകയും അവിടെ അടിച്ചു വാരി വൃത്തിയാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. പൊതിച്ചോറ് കൊടുത്ത് എല്ലാവർക്കും അങ്ങനെ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം രോഗികൾക്ക് നൽകുകയും അങ്ങനെ രോഗികളെ സന്ദർശിക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു.